യൂണിയൻ ഗവൺമെന്റിന്റെ ആകെ ബോറോയിങ് അതിനകത്ത് പാർലമെന്റിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറുപടി അനുസരിച്ച് 40% ആണ് സാർ അവരുടെ ആകെയുള്ള കടം. ആകെ അവിടെ പറഞ്ഞിട്ടുള്ള ശ്രീ ഡോക്ടർ ശിവദാസന് കൊടുത്ത ശ്രീമതി നിർമ്മല സീതാരാമൻ കൊടുത്ത മറുപടിയിൽ സാർ അവരുടെ ആകെ കടം 17.99 lakh crore from various sources in financial year 2023-24 mainly to finance is fiscal deficit. This amount is about 40% of the total net size of the union budget. 45.39 ലക്ഷം കോടി ഉള്ളതിൻ്റെ 40% കടമാണ്. നമുക്ക് 20% അടുത്തേ ഉള്ളൂ. നമ്മുടെ ഈ കടം ഇത് ബഡ്ജറ്റ് സൈസാണ്, രണ്ടും രണ്ടാണ്. അപ്പോൾ ഈ ബഡ്ജറ്റ് സൈസാണ്, ആ കടം പരിശോധന നോക്കിയാൽ മതി. എന്തായാലും ഈ കണക്കെല്ലാം ബഡ്ജറ്റ് രേഖയിലുള്ളതാണ്. Please, Roji, please. Sir, ഇത് കള്ളക്കണക്കൊന്നുമല്ല. നേരത്തെയും കണക്കിന് സംശയം ചോദിച്ചല്ലോ. എപ്പോഴും പറയുന്നത് നിങ്ങൾ ഓർക്കുമെന്ന് വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ധനകാര്യ കമ്മീഷന്റെ 3.89 എന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷന്റെ കുറവ് വന്നപ്പം അന്നത്തെ കണക്ക് വെച്ച് ഞാൻ പറഞ്ഞു ഈ വർഷമാണ് 21,000 കോടിയുടെ കുറവ്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് 18,000 കോടിയുടെ കുറവുണ്ട്. GST നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ട് 12,000 കോടി കുറവുണ്ട്. നഷ്ടപരിഹാരം നിർത്തേണ്ടതായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അത് വേറെ കാര്യം. റവന്യൂ കമ്മി ഗ്രാന്റിൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും തമ്മിലുള്ളതാണ് 8,400 കോടിയുടെ കുറവ്. അതുപോലെ വായ്പാ അനുമതി, പലതരത്തിലുള്ള വായ്പാ അനുമതി നിഷേധിച്ചത് 19,600 കോടി. ഈ കോടി ഇത് ഞങ്ങൾ പറയുന്നത് കൃത്യമായ ഒരു കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ അത് വെച്ചിട്ടാണ് സുപ്രീം കോടതിയിലും മറ്റുമെല്ലാം ആർഗ്യുമെന്റ് പോകുന്നത്. നിങ്ങൾ പറയുന്നത് എന്താ? ഇവിടെ ഒരാൾ ആർഗ്യൂ ചെയ്തു, ഇതിനകത്ത് ഒരു കാരണവശാലും ഇനി കൂട്ടിക്കൊടുക്കാൻ പാടില്ല, ഇനി അങ്ങനെ കൊടുക്കാനേ പാടില്ല, ഇവരെല്ലാം ചെയ്തത് ന്യായമാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതോചിതമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു മെമ്പർ പറഞ്ഞു. സർ, അദ്ദേഹം കിഫ്ബിക്കെതിരെ കേസ് കൊടുത്ത് കിഫ്ബിയെയും പെൻഷൻ കമ്പനിയുടെ എല്ലാം കാര്യത്തിൽ ഗവൺമെന്റിനെ ഈ തരത്തിൽ, കേരളത്തിലെ ജനങ്ങളെ ഈ തരത്തിൽ എത്തിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അവിടെ ഈ 450 കോടി രൂപയുടെ ഏറ്റവും വലിയ ചരിത്ര നേട്ടം ഇതേ കിഫ്ബിയുടെ എന്ന് പറഞ്ഞിട്ട് പടമൊക്കെ അടിച്ച് ഇറക്കിയിട്ടുള്ളതും അവിടെ തന്നെ ഉണ്ട്. ആ മണ്ഡലത്തിലെ അല്ല, ഞാൻ പത്രവാർത്തയാണ് സാർ, അതുകൊണ്ട് വേറെ രേഖയല്ല, പത്രവാർത്തയാണ്. 450 കോടി രൂപയുടെ പദ്ധതി അദ്ദേഹത്തിന്റെ മൂവാറ്റുപുഴയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ ഫേസ്ബുക്കിൽ. സാർ, ഇത് അല്ല, അതിനെന്താ കുഴപ്പമില്ല, എല്ലാവരുടെയും അവകാശം തന്നെ. പക്ഷേ ഇത് മൊത്തം കുഴപ്പമാണെന്ന് പറഞ്ഞ് കേസിൽ പോയി ഈ കാര്യമെല്ലാം ചെയ്തിട്ട് ചെയ്യുന്ന കാര്യമാണ് ഇതെല്ലാം. നമ്മൾ ഒരു കാര്യം വ്യക്തമായല്ലോ, LDF എന്ന് പറഞ്ഞാൽ UDF അല്ല, LDF UDF അല്ല, UDF ഉൾപ്പെടെ എല്ലായിടത്തും വികസനത്തിന് പണം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സമില്ല. പക്ഷേ ഈ ചെയ്യുന്ന കാര്യമില്ല, ഇതൊന്നും കൊടുക്കേണ്ടതല്ല എന്ന് വാദിക്കുന്നൊരു സമീപനം അക്കാര്യത്തിനകത്ത് വന്നു എന്നുള്ളത് കൊണ്ട് സാർ ആ കാര്യം എടുത്ത് കാണിച്ചാണ്. സാർ, ഇവിടെ ഈ കാര്യമെല്ലാം ചെയ്യുമ്പോൾ ഇതുപോലുള്ള നിരവധി കാര്യമുണ്ട്. ഇനിയും പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കാര്യത്തിൽ PSC അപ്പോയിൻമെന്റിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്ത് തന്നാ. മനോരമ ആയതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നുള്ളൂ. മനോരമ പത്രത്തിലാണല്ലോ സാധാരണ, മനോരമ പോലും റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഇന്ത്യയിലാകെ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് 62,000 പേരെ മാത്രമാണ് PSC വഴി സാർ നിയമിച്ചത്. അതിനകത്ത് 42% കേരളത്തിലാണ്. ഇവിടെ എവിടെയാണ് സാർ നിയമ നിരോധനം? 3% താഴെ ജനസംഖ്യയുള്ള ഒരു സ്ഥലത്ത് 42% ആളെ അപ്പോയിന്റ് ചെയ്തു. എവിടെയാണ് സാർ നിയമന നിരോധനം? എവിടെയാണ് സാർ പോലീസിന്റെ ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശ് കൊടുക്കാതിരിക്കുന്നത്? ഇത്ര ആളെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ പിന്നെ പോലീസ് ജീപ്പിന് പൈസ കൊടുക്കാനില്ല സാർ. സാർ, ഞങ്ങളിതെല്ലാം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ഇല്ലാതാക്കാനല്ല, ശമ്പളം ഇല്ലാതാക്കാനല്ല സാർ. ഇന്നലെയാണല്ലോ സാർ അംഗൻവാടി ഏകദേശം 10-60,000 അവർക്ക് 1,000 രൂപ വെച്ച് ശമ്പള വർധന കൊടുത്തത്. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ നേരത്തെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കും സാർ. നെയ്ത്ത് ഓരോ മേഖലയിൽ നെയ്ത്ത് തൊഴിൽ. ഇവിടെ KSRTCയുടെ കാര്യം അങ്ങ് വീണ്ടും പറഞ്ഞല്ലോ സംസാരിച്ചപ്പോൾ. എവിടെ KSRTC പൊളിഞ്ഞു കിടക്കുന്നത്? അങ്ങയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആകെ 5 വർഷക്കാലം കൊണ്ട് കൊടുത്ത് 1,530 കോടി രൂപ. ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇതെല്ലാം ബഡ്ജറ്റിൽ നിന്നുള്ള കണക്കുകളാണ്. 5,000 കോടിയിലധികം കൊടുത്തു. ഇപ്പോൾ ഈ സർക്കാർ വന്നിട്ട് 4,800 കോടിയോളം കൊടുത്തു. അതുകൊണ്ട് ഗുണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ യൂണിയന്റെ നേതാക്കന്മാരൊക്കെ ഇരിപ്പുന്നുണ്ടല്ലോ, കൊടുക്കണ്ടെന്ന് അവർ പറയട്ടെ, കൊടുക്കണ്ട എന്ന് അവരും കൂടെ പറയട്ടെ. സാർ, ഇതിനകത്ത് ഞങ്ങൾ ഈ കാര്യത്തെയൊക്കെ കാണുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പം അദ്ദേഹം ഞങ്ങളിതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയാണ്. അങ്ങെന്തായാലും ഈ കാര്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവ് തീവെട്ടിക്കൊള്ളക്കാരാണ് എന്ന് അങ്ങയുടെ ഗവൺമെന്റിനെ പറ്റി പറഞ്ഞത് പഴയ പ്രസംഗത്തിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ്. ഏതായാലും
അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല സാർ. ഇത് ആ ഒരു സമീപനമൊന്നും ഇല്ല. അങ്ങനെ UDF ഗവൺമെന്റ് കാലത്ത് നടത്തിയ പ്രസംഗമാണല്ലോ. ആരുടെ പേരൊന്നും ഞാൻ പറയാം, അങ്ങ് പ്രസംഗിച്ചാണല്ലോ സാർ. ഇവിടെ ഈ ഒരു കാര്യത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിനകത്ത് നമുക്ക് കാര്യങ്ങൾ നന്നായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്.